താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ആലുവ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരം കാണുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ്. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാനൂരിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആലുവ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാനാണ് എന്നോട് നിർദ്ദേശിച്ചത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. അതിഗംഭീരമായ വരവേൽപ്പാണ് LDF ആലുവ നിയോജക മണ്ഡലം ഇന്നലെ നൽകിയത്. ആലുവയിലെ വികസന മുരടിപ്പ്, നിരവധിയായ പ്രശ്നങ്ങൾ, പെരിയാറിൻ്റെ തീരം മുഴുവൻ വല്ലാതെ വെള്ളപ്പൊക്കക്കെടുതികൾ നേരിടുന്നു. അതുപോലെ മാലിന്യ കൂമ്പാരങ്ങളായി മാറുന്നു. ആലുവ പട്ടണമാകട്ടെ യാതൊരുവിധ വികസനവും ഉണ്ടാകാതെ ഗതാഗതക്കുരുക്കിന് നേരിടുന്നു. വ്യാവസായിക നഗരമായ ആലുവയ്ക്ക് ഇനി എന്തെല്ലാം വികസന കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? അതൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10-15 വർഷത്തിലേറെ കാലമായി വികസന മുരടിപ്പാണ്. പല പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമമാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ആലുവ മണ്ഡലം അഭിമുഖീകരിക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം പരിഹാരം കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആലുവ മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം ഇരുന്ന്, അരൂർ മണ്ഡലത്തിൽ ഞാൻ ജനപ്രതിനിധിയായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന സമയത്ത് ചെയ്തതുപോലെ ഒരു വികസന മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, സംസ്കാരം, ടൂറിസം, അതുപോലെ തന്നെയുള്ള മേഖലകളിലെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂട്ടായ ചർച്ചയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുക, അതിലൂടെ നേടിയെടുക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് 500 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് അരൂരിലെ ജനത ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ശുദ്ധജലം കുടിക്കുന്ന സ്ഥലമായി മാറി. അപ്പോൾ അതുപോലെ തന്നെയാണ് പാലങ്ങൾ, ആന്തകാരങ്ങളിലെ 2 പാലങ്ങൾ, തുറവൂർ തൈക്കാട്ടുശ്ശേരി 50 കോടി രൂപയുടെ പാലം, അതുപോലെ നേരെക്കടവ് മാക്കക്കടവ് 98 കോടി രൂപയുടെ പാലം, 100 കോടി രൂപയുടെ പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലം, ഇങ്ങനെ എണ്ണമറ്റ പാലങ്ങൾ, 52 കോടി രൂപ മുടക്കി തുറവൂർ താലൂക്ക് ആശുപത്രിയുടെ വികസനം തുടങ്ങി അത്ഭുതകരമായ വികസനം. ആ വികസനങ്ങളെല്ലാം നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. പിന്നെ പാർലമെൻറ്റിലും നിയമസഭയിലും നടത്തിയ ഇടപെടലുകൾ, ആ ഇടപെടലുകളെല്ലാം സ്വാഭാവികമായും നമ്മുടെ ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പാർലമെൻറ്റ് ഉന്നയിക്കാനും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഉള്ള ആ അനുഭവ കരുത്തുമായിട്ടാണ് ഞാൻ ആലുവ മണ്ഡലത്തിൽ. എനിക്ക് ഒരുപാട് ഹൃദയബന്ധമുള്ള, ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള, എൻ്റെ ധാരാളം സൗഹൃദ വലയങ്ങളുള്ള ഒരു സ്ഥലമാണ് ആലുവ. അത് എൻ്റെ സ്വന്തം മണ്ണായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും ആലുവ നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ആലുവയുടെ വികസനത്തിന് വേണ്ടി എൻ്റെ പൂർണ്ണമായി ഇവിടെ തന്നെ താമസിച്ച്, ഇവിടുത്തെക്കാരനായി ഇവിടെ തന്നെ നിന്നുകൊണ്ട് പൂർണ്ണമായി ആ വികസന പ്രവർത്തനങ്ങൾ, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പഴയ ആ 10-15 വർഷത്തെ വികസന മുരടിപ്പ്, അത് ആ വികസന മുരടിപ്പ് പരിഹരിച്ച് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക്. നല്ലൊരു ശക്തമായൊരു പോരാട്ടം ഉണ്ടാവില്ല. തീർച്ചയായും ആ പോരാട്ടമൊന്നും നമ്മൾ കുറച്ചൊന്നും കാണുന്നില്ല. അതിനെ ഒന്നും വില കുറച്ച് കാണാൻ ഞാൻ തയ്യാറല്ല. ബഹുമാനപ്പെട്ട ഗൗരിയമ്മയോടാണ് ഞാൻ ആദ്യം മത്സരിച്ചത്. അവിടെയാണ് എനിക്ക് ആദ്യ വിജയം നൽകിയത്. രണ്ടാമത് അവിടുത്തെ ജനങ്ങളാണ് 16,800 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയത്. മൂന്നാമത് 38,519 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയതും അവിടുത്തെ ജനങ്ങളാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ 19 പേര് എൻ്റെ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച 19 പേർ പരാജയപ്പെട്ടപ്പോഴും ആലപ്പുഴക്കാർ എന്നെ വിജയിപ്പിച്ചു. തീർച്ചയായും അതെല്ലാം ഒരു കരുത്താണ്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കാനാണ് മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കാനൂരിലെ തൻ്റെ സുഹൃത്ത് അശോകൻ്റെ വസതിയിൽ സന്ദർശനം അദ്ദേഹം നടത്തിയത്.